ജോണറിൽ പോകണതാണ്? കോമഡിയാണ് ഒരു ഫീൽ ഗുഡ് കോമഡി ജോണറിൽ പോകുന്ന പരിപാടിയാണ്. നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാവരും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ്, ചേട്ടനെ ആണെങ്കിലും ജയരാജൻ ചേട്ടനെ ആണെങ്കിലും അശോക് ചേട്ടനെ ആണെങ്കിലും ആ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമുണ്ട്. ഒരു ആക്ഷേപഹാസ്യ സ്വഭാവമുള്ള ഒരു സംഭവം തന്നെ ഭയങ്കര കോമഡി ആയിട്ട് രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ അറിയായിരുന്നു ഇത് ഹ്യൂമറാണ്, പരിപാടികൾ വർക്കാവും. ഞാൻ ഇതിൻ്റെ റൈറ്ററുടെ കൂടെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിരാമായണമൊക്കെ എഴുതിയ ആളാണ് ദീപു പ്രദീപ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ ആ ഒരു സ്വഭാവം ഇതിലും കാണാം. ആ ഒരു നാടും അതിൽ നാട്ടുകാരും ചെറിയ നർമ്മ സ്വഭാവമുള്ള നാട്ടുകാരും. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോട്ട്സ്റ്റാറിൻ്റെ 3ാമത്തെ വെബ് സീരീസാണ് പേരിലൂർ മേഖലയിൽ. നമ്മളൊക്കെ അതിൽ അഭിനയിക്കുന്നത് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, ബാക്കിയുള്ളവർ പ്രകടനം ഉണ്ടായിരുന്നു നിലവിൽ? എല്ലാവരും കുറേ ആർട്ടിസ്റ്റുകളുണ്ട് നമ്മൾ സിനിമയിൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വിജയരാഘവചേട്ടനുണ്ട്, അശോകേട്ടനുണ്ട്, സണ്ണി ഉണ്ട്, പിന്നെ കുറേ ആർട്ടിസ്റ്റുകളുള്ള സീരീസാണ്. എല്ലാവരുടെ പെർഫോമൻസും നല്ലതാണ്. ഓക്കെ, ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇതിന് മുമ്പ് വന്ന KCF വളരെ മികച്ച ഒരു പ്രതികരണമായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇതിൽ? KCFിൻ്റെ ജോണർ വേറെയാണ്, കുറച്ച് ത്രില്ലർ ടൈപ്പ് ജോണറാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു റീച്ച്, അതിന് എല്ലാ നാട്ടിലും അതിനുള്ള റീച്ച് ഉണ്ടാകും. ഇതെനിക്ക് അറിയില്ല, വന്നാലേ അറിയുള്ളൂ. ജനുവരി 5 വരും. ഒരു കോമഡി ജോണറിലുള്ളതായതുകൊണ്ട് അതെങ്ങനെ എടുക്കും എന്നുള്ളത് അറിയാം. നന്നായിട്ടുണ്ട്. നമ്മുടെ നിഖിലൊക്കെ വളരെ നല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കാസ്റ്റിംഗ് ആണ്, നല്ല ഒരു തീമുമാണ്, കുറേ ചിരിക്കാനുണ്ട്, കോമഡി ആണെങ്കിലും വർക്കായിട്ടുണ്ട് നന്നായിട്ട്. മറ്റൊരു ഹിറ്റിലാവോ KCF കഴിഞ്ഞിട്ട്? അതെ. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട്? പിന്നെ അടിപൊളിയായിരുന്നു. ഈ ഭാഷ തന്നെ ചെയ്യുന്നൊരു ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഗെറ്റപ്പ് കാണുമ്പോൾ തന്നെ അറിയാം. ചേഞ്ച് പിടിച്ച് തന്നെ ചെയ്തതാണ്. എല്ലാവരും പറഞ്ഞു നന്നായിട്ടിരിക്കുന്നു. ഡയറക്റ്റുള്ള ഒരു താരത്തിലേക്ക് വരികയാണല്ലോ. അല്ല, ഈ സീരീസുകളുടെ ഇടയ്ക്ക് നിങ്ങളുടെ സീരീസ് എന്താവും? കലങ്ങാത്തുരത്തിൻ്റെ അതെന്തായാലും ഇപ്പം സിനിമ എഴുതിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അപ്ഡേഷൻ ഉടനെ വരും. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു? എനിക്ക് ഇഷ്ടമായി, കണ്ടിടത്തോളം എനിക്ക് ഇഷ്ടമായി. ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ സമയം കളയാൻ വേണ്ടി കാണുക. നമ്മുടെ യഥാർത്ഥ രാഷ്ട്രീയ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ആൻസർ പറയാനും പറ്റില്ല. എന്തായാലും ഇതൊക്കെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ തന്നെ. അത് നമ്മൾ ചിലപ്പം സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് എക്സാറേറ്റ് ചെയ്ത് കുറച്ച് കാണിക്കുന്നുള്ള അതാണ്. അതേ ഉള്ളൂ തന്നെ. അതിൻ്റെ അൾട്ടിമേറ്റ്ലി പറയാനുള്ള കാര്യം ഇത് തന്നെ. സിനിമയ്ക്ക് വേണ്ടി എന്ത് കാണിച്ചാലും കുറേ എക്സാഗ്രേറ്റ് കാണിക്കുക. എസ്പെഷ്യലി രാഷ്ട്രീയം കാണിക്കുമ്പോൾ കൂടുതൽ എക്സാഗ്രേറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതാണ്. നല്ല സെറ്റായിരുന്നു, നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഭയങ്കര രസമുള്ളൊരു സെറ്റായതുകൊണ്ട് നമ്മളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തതാണ്. പിന്നെ ചേച്ചീനെയൊക്കെ നേരത്തെ പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷൂട്ട് ടൈമായിരുന്നു. അപ്പോൾ അതിങ്ങനെ സ്ക്രീനിൽ കാണുന്നു, ഇത്രയും ആൾക്കാരുടെ കൂടെ അഭിനയിച്ച് എല്ലാവരെയും കൂടെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം, വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ 5ാം തീയതി റിലീസാണ്, ഞങ്ങൾക്കത് വെയിറ്റിംഗ് ആണ്. ഫുൾ കോമഡി ജോണറാണല്ലേ? ഹ്യൂമർ ടച്ച് കൊടുത്തിട്ടാണ് ദീപു സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തം ത്രൂ ഔട്ട് ഉണ്ട്. നല്ല അനുഭവം. ആദ്യത്തെ എൻ്റെ ഒരു അനുഭവം വെബ് സീരീസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു അനുഭവമാണ്. നന്നായി, എല്ലാവരും നന്നായി ചെയ്തു. നമ്മുടെ അശോകനൊക്കെ ചെയ്തൊരു വ്യത്യസ്ത കഥാപാത്രമായിരുന്നു അല്ലേ? അതെ. പൊളിറ്റിക്കലുണ്ട്. എല്ലാ കഥാപാത്രവും മാളവികയായാലും മറ്റേ നമ്മളെ സണ്ണി വേന ചെയ്ത കഥാപാത്രം വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. എന്നെ കാസ്റ്റ് ചെയ്തു, വിളിച്ചപ്പോൾ ഞാൻ വന്നു. എൻ്റെ യഥാർത്ഥത്തിൽ 10 ദിവസം ആവശ്യപ്പെടുന്നു, പക്ഷെ എനിക്ക് 10 ദിവസം വരാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ റോളിലേക്ക് പിന്നെ വന്നത്. സന്തോഷമാവും. അതെ, ഒരു വെറൈറ്റി. നല്ല കോമഡിയും നല്ല എൻ്റർടൈൻ ചെയ്ത് എല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്ന നല്ലൊരു സീരീസ് തന്നെയായിരിക്കും. ഇപ്പോൾ ഞാനും കൂടെ അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാട്ടിൻപുറത്തൊരു നിഷ്കളങ്കനായ ഒരു ക്യാരക്ടർ തന്നെയാണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സംഭവമെല്ലാം. എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി, എല്ലാവർക്കും നല്ല കോമഡി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ സീനിലും ഓരോ മിനിറ്റിലും കോമഡി വന്നുകൊണ്ടിരിക്കുക. ഫുൾ എൻ്റർടൈൻ ചെയ്തിരിക്കുക. ഒരു ലാഗ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല.